Hello everyone, THANKYOU മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു മൈക്രോഫോണിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. Maono എന്ന് പറയുന്ന ബ്രാൻഡിന്റെ AU100 എന്ന് പറയുന്ന ഒരു ലാവലിയർ മൈക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്ന മൈക്ക് ബോയ എന്ന് പറയുന്ന കമ്പനിയുടെ ബോയ BY-M1 എന്ന് പറയുന്ന മോഡലാണ്. അതിന് ചെറിയൊരു കംപ്ലൈന്റ് വന്നു. ഇത്രയും നാൾ യൂസ് ചെയ്തിട്ട് വന്നൊരു കംപ്ലൈന്റ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ബോയ എന്ന് വേറൊരു ബ്രാൻഡിലേക്ക് സ്വിച്ച് ചെയ്തുകൂടാ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്ന മൈക്കിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസങ്ങൾ ഇതിലുണ്ടെന്നും അതുപോലെ തന്നെ ഈ ഒരു മൈക്കിന്റെ കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് മാവോനോടെ AU100 എന്ന് പറയുന്ന ലാവലിയർ മൈക്കിൻ്റെ പാക്കേജ്. ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ ഇതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, മോഡൽ നെയിമും കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സാണ് നൽകിയിട്ടുള്ളത്. ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ബാക്കിൽ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസും പ്രൈസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ജസ്റ്റ് ഇതിങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാക്കേജ് ഫ്രീ ആവുന്നതാണ്. ആൻഡ് യെസ്, പാക്കിൻ്റെ ടോപ്പിലായിട്ട് പ്ലാസ്റ്റിക് കവറിംഗ് ഉണ്ട്, അത് നമുക്ക് മാറ്റാം. ആദ്യം തന്നെ നമുക്കൊരു ക്ലിപ്പ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ മൈക്രോഫോൺ യൂണിറ്റ് ഉണ്ട്. പിന്നെ ഒരു കാർഡ് വരുന്നുണ്ട്, ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള കാർഡാണ്. പിന്നെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. കുറേ പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ, ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പൗച്ച് വരുന്നുണ്ട്, മാവോനോയുടെ ബ്രാൻഡിങ് ഉള്ള പൗച്ച്. തുറന്ന് നോക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു എക്സ്ട്രാ ബാറ്ററി വരുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ മൈക്കിനകത്ത് ഒരു ബാറ്ററി ഇൻബിൽട്ട് ആയിട്ടാണ് വരുന്നത്, പ്ലസ് ഒരു എക്സ്ട്രാ ബാറ്ററിയാണ്. 3.5mm ജാക്കിൻ്റെ കൂടെ തന്നെ അവരൊരു അഡാപ്റ്റർ വെച്ചിട്ടുണ്ട്. നമുക്ക് ക്യാമറയിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. അത് അറ്റാച്ച് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഞാൻ ഫോണിലാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ഈ അഡാപ്റ്ററിൻ്റെ ആവശ്യമില്ല, നമുക്ക് മാറ്റാം. മെയിൻ മൈക്രോഫോൺ യൂണിറ്റ് നോക്കുവാണെങ്കിൽ ബോയിലൊക്കെ വരുന്ന പോലെ തന്നെ ഇവിടെ ഒരു ക്ലിപ്പ് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ ഊരിയെടുക്കാൻ പറ്റും. ഇത് വെച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്ക് യൂസ് ചെയ്യുമ്പോൾ ബെൽറ്റിൽ വല്ല നമുക്കിതിങ്ങനെ കൊളുത്തിയിടാൻ പറ്റും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഊരി മാറ്റിയാണ്. ഈ മെയിൻ ബോഡി നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാറ്ററി കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ഒരു ബാറ്ററി കൊടുത്തിരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ഈ ബാറ്ററി അങ്ങനെ നമുക്ക് സ്മാർട്ട് ഫോണിൽ അധികം യൂസ് വരുന്നില്ല, കാര്യം നമ്മൾ ഓഫ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ക്യാമറയിലാണെങ്കിൽ മാത്രമേ നമ്മൾ ഓൺ ചെയ്യാറുള്ളൂ. ആൻഡ് ബാറ്ററി എനിക്ക് പേഴ്സണലി ക്യാമറ മേടിക്കുമ്പോഴേ എനിക്കത് യൂസ് ആവുന്നുള്ളൂ. ആൻഡ് ഇത്രയുമാണ് ഇതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഡിസൈൻ നോക്കുകയാണെങ്കിൽ മാവോനോയുടെ ബ്രാൻഡിങ് കാണാൻ പറ്റും. പിന്നെ ഓൺ ഓഫ് സ്വിച്ച് ആണുള്ളത്. റൗണ്ട് സിലിണ്ടറിക്കൽ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്, മാറ്റ് ഫിനിഷാണ്. അത്യാവശ്യം ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ 2 ഫോം വിൻസ്ക്രീൻ ഇവർ കൊടുത്തിട്ടുണ്ട്, അത് നല്ലൊരു പോസിറ്റീവ് കാര്യമാണ്. ഇത് അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് മൈക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസിന് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലുള്ള ബിൽഡ് ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇത്രയും നാളും ബോയ യൂസ് ചെയ്തു, സോ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റിലും കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ക്ലിപ്പായാലും ഇതിൻ്റെ മെയിൻ യൂണിറ്റ് ആയാലും മൈക്കിൻ്റെ ഭാഗമായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ ഇവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. 6 മീറ്റർ നീളമുള്ള വയറാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് ആയിട്ട് തന്നെ നമുക്ക് ലെങ്ത് കിട്ടുന്നുണ്ട്. 2 രീതിയിൽ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ബാക്കിലാണ് ഏറ്റവും കൂടുതൽ മാക്സിമം ആയിട്ട് ഇവർ കെട്ടി വെച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ ചെറുതായിട്ട് നമുക്കിങ്ങനെ ടൈ വെച്ചിട്ടുണ്ട്, അത് കുറച്ച് അഴിച്ചു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഇനഫാണ്. സോ ബാക്കിൽ ഞാൻ അഴിക്കേണ്ട ആവശ്യമില്ല, ഇത് അതുപോലെ തന്നെ ഞാൻ കെട്ടി വെക്കത്തേ ഉള്ളൂ. നീളത്തിൻ്റെ കാര്യത്തിൽ ഒരു ഷോർട്ടേജോ അല്ലെങ്കിൽ ഒരു വിഷമോ നിങ്ങൾക്ക് വേണ്ട, നല്ല ആവശ്യത്തിനനുസരിച്ചുള്ള നീളം ഇതിന് കിട്ടുന്നുണ്ട്. ആ കാര്യത്തിൽ എന്തായാലും നല്ല പോസിറ്റീവ് കാര്യം തന്നെയാണ്. ബോയിലും ഏകദേശം ഇതേ ലെങ്ത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയുമായിരുന്നു ഇതിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഓവർവ്യൂസ്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റ് സ്പെക്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ ക്വാളിറ്റി കമ്പാരിസൺ ഞാൻ പറയാം. ഇതിൻ്റെ ഇൻട്രോ മുതൽ ഇത്രയും നേരം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് മാവോനോടെ ഈ ഒരു AU100 എന്ന് പറയുന്ന ലാവലിയർ മൈക്കിലൂടെയാണ് ഇവിടെ ഞാൻ അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റെഡ്മി നോട്ട് 10ന്റെ ഇൻബിൽറ്റ് ഓഡിയോയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലാവും എത്രത്തോളം സറൗണ്ട് സൗണ്ടും ഒക്കെ വരുന്നുണ്ട്. ഇതിന്റെ മൈക്ക് കുറച്ച് ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്, അപ്പോൾ ആ ഒരു ഡിസ്റ്റോർഷൻ ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇനി ഞാൻ മാവോനോടെ ഇത്രയും നേരം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മൈക്ക് ഒന്നുകൂടെ പ്ലഗ് ഇൻ ചെയ്യാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് മാവോനോടെ ഈ ഒരു ലാവലിയർ മൈക്കിൽ നിന്നാണ്. ഇനി ഞാൻ ഇത് കുറച്ചുകൂടെ അടുത്ത് വെച്ച് സംസാരിക്കാം. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഇത്രയും ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ള ഈ ഒരു മാവോനോടെ ഒരു സാമ്പിളാണ്. അപ്പോൾ ഈ ഒരു ലെവൽ കമ്പാരിസണിലൂടെ ഈ ഒരു മൈക്കിൻ്റെ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൺക്ലൂഷൻ പറയാം. ഞാൻ 2 ബ്രാൻഡിൻ്റെ 2 മൈക്കും നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഈ ഒരു മാവോനോ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു മൈക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആംപ്ലിഫിക്കേഷൻ നൽകുന്നതായിട്ട് തോന്നി. അതുപോലെ തന്നെ നോയ്സ് റിഡക്ഷനും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് മൈക്ക് മേടിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ലാവലിയർ മൈക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാറ്റിസ്ഫാക്ഷൻ വരുന്നതായിരിക്കും. ഇത് കുറച്ചുകൂടി അടുത്ത് സംസാരിക്കുമ്പോൾ നല്ല എക്സലൻറ്റ് ക്വാളിറ്റി തന്നെ തരുന്നുണ്ട്. അതെടുത്ത് പറയേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. അടുത്ത് പിടിച്ച് സംസാരിച്ചപ്പോൾ കുറച്ചും കൂടി ഓഡിയോ ക്വാളിറ്റി ബൂസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിവേ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിൽ. ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ 829 രൂപയ്ക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 699 രൂപ എന്തോ ഡീൽ എന്ന് പറയുന്ന ഓഫറിൽ കിടപ്പുണ്ട്. ഇതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും, കുറഞ്ഞും കൂടിയായിട്ടിരിക്കും ബോയ പോലെ തന്നെ. സോ നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫറിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വാല്യൂ ഫോർ മണി ആയിരിക്കും. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പ്രൊഡക്റ്റിന്റെ അൺബോക്സിംഗും ഇതിന്റെ ഓവർവ്യൂയും ഇതിന്റെ കൺക്ലൂഷനും എല്ലാം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുപോലെ മറ്റൊരു കിഡ്ലൻ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ. ബ്ലൂപ്പർ
അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു കമ്പാരിസണിലൂടെ ഓഡിയോ ക്വാളിറ്റിയെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സാധിക്കുന്നുണ്ടോ? ഓക്കെ, തിരിച്ചു വെക്കാം. എന്ത് ഈ പറയുന്നേ? തെറിച്ചു പോയടാ. അയ്യോ, ഇതിൻ്റെ സാധനം പോടെ. ബ്ലൂപ്പർ. Oh no, that is what they all say when they see me pouring some oil. Oh, think it's empty again. Better fill it up before I go. 'Cause I'm